പെഹൽഗാം ഭീകരാക്രമണത്തിൽ അനുശോചനവുമായി നടൻ മമ്മൂട്ടി. ഇത്തരം ദുരന്തങ്ങൾക്ക് മുന്നിൽ വാക്കുകൾ ഇല്ലാതാവുകയാണ്. ദുരിതബാധിതരായ കുടുംബാംഗങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയും ആഘാതവും സങ്കല്പിക്കാൻ പോലും പ്രയാസമാണ്. രാജ്യം മുഴുവനും അഗാധമായ ദുഃഖത്തിലാണ്. തീർത്തും ഹൃദയഭേദകമായ സംഭവങ്ങളാണ് പഹൽഗാമിൽ നടന്നതെന്നും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ധീരരായ ആത്മാക്കൾക്ക് നീതി ലഭിക്കാൻ ഞങ്ങളുടെ സായുധ സേനയിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിക്കുന്നുവെന്നും മമ്മൂട്ടി കുറിച്ചു. അതേസമയം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 29 ആയതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. രാമചന്ദ്രന്റെ കൺമുൻപിൽ വെച്ച് ഭീകരർ കൊലപ്പെടുത്തിയതിന്റെ നടുക്കത്തിലാണ് കുടുംബാംഗങ്ങൾ. കുടുംബത്തിനോടൊപ്പം വിനോദസഞ്ചാരത്തിനെത്തിയ രാമചന്ദ്രനെ മകളുടെ മുന്നിൽ വെച്ചാണ് സൈനിക വേഷത്തിലെത്തിയ ഭീകരർ വെടിയുതിർത്തത്. രാമചന്ദ്രന്റെ ഭൗതികദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി ഹൈബീഡൻ MP പറഞ്ഞു. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടെന്നും KC വേണുഗോപാൽ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. അടിയന്തരമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും ഹൈബീഡൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.